നമസ്കാരം കുട്ടികളും, സുമൻ സാറാണ്. നമ്മുടെ +2 സേ ഇംപ്രൂവ്മെന്റ് എക്സാമിന് ഇനിയും 10 ദിവസമേ ഉള്ളൂ. ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത കുട്ടികളുണ്ടെന്ന് ഉറപ്പാണ്. കാരണം എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിച്ച് ചോദിക്കുന്നുണ്ട്, സാറേ ലാസ്റ്റില് എനിക്ക് ജയിക്കാൻ വേണ്ടി ഒന്ന് മാത്സിന്റെ കാര്യമാണെങ്കിൽ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നതാ, എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ തരണേ. അപ്പോൾ ആ രീതി കൂടെ മീൻസ് ഇപ്പോഴും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. ആ കുട്ടിയെ കുറിച്ച് മാത്രമല്ല, അത് അവിടുത്തെ പേരൻസ്, മീൻസ് നിങ്ങളെ നോക്കുന്ന പേരൻസ് ഉണ്ടല്ലോ, അവരെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. ഇനിയെങ്കിലും നിങ്ങൾ ആ മനസ്സൊന്ന് വിട്ടിട്ട് ഈ 10 ദിവസം നന്നായിട്ടൊന്ന് വർക്ക് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കുള്ളതാണ് മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ ജയിപ്പിക്കുന്ന രീതിക്കുള്ള ക്ലാസ് ആണ്. ഇനിയും പഠിച്ചാൽ ജയിക്കാൻ പറ്റുന്ന രീതിക്കുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നുള്ളത് ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് മോർ റിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചു വെച്ചേക്കുന്ന കാര്യങ്ങൾ നന്നായിട്ടൊന്ന് റിവിഷൻ നടത്താനുള്ള സമയം, സമയമാണ്. നിങ്ങൾ എന്തുമാത്രം പഠിച്ചിട്ടുണ്ട്, ഇത്ര നാളും പഠിച്ചതിന് ഒന്ന് റിവിഷൻ നടത്തണം നന്നായിട്ട്, ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ. രണ്ടാമത്തെ റിവിഷൻ ടൈം ആഡിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയം എത്രയാണോ അതിനേക്കാളും കൂടുതൽ സമയം നിങ്ങൾ പഠിക്കണം ഈ 10 ദിവസത്തേക്ക് മാത്രം. ജീവിതത്തിലെ 10 ദിവസമല്ലേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഇന്നലെ പഠിച്ചതിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, ഞാൻ ഇന്നലെ 2 മണിക്കൂറാണ് പഠിച്ചത് അല്ലെങ്കിൽ 3 മണിക്കൂറാണ് പഠിച്ചത്. അതിനേക്കാളും കൂടുതലായിരിക്കണം ഇന്ന് തൊട്ടുള്ള ബാക്കി ദിവസങ്ങളിലേക്കുള്ള ടൈം. നിങ്ങൾ റിവിഷൻ സമയം ഉറപ്പായിട്ടും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കണം, ആഡ് ചെയ്യണം. മൂന്നാമത്തേത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് പേപ്പർ തന്നെ വായിച്ച് പഠിക്കണം. എന്തെങ്കിലും പറ്റുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മിക്കണോ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടോ, തിരിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ തിരിച്ചറിയണ്ടായോ? അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് എത്തുമ്പോൾ ആകെ പെട്ടുപോകും. അതുകൊണ്ട് ഈ സമയത്ത് അതിനുള്ള ഒരു പ്രാക്ടീസ് ആയിരിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ നന്നായിട്ട് നിങ്ങൾ പഠിച്ച ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് വായിക്കുമ്പോൾ ഈ 3 വർഷത്തെ മതി. 3 വർഷത്തെ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് പഠിച്ചതായിരിക്കും, പക്ഷെ അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന രീതികൾ വേറെയാന്നൊക്കെ ആണുള്ളത് അന്നായിരിക്കും തിരിച്ചറിയുന്നത്. കാരണം പലരും ഇതുവരെ ഇങ്ങനെ സീരിയസ് ആയിട്ട് എക്സാമിന് നിങ്ങൾ തയ്യാറെടുത്തിട്ടില്ല അല്ലേ? എന്തായാലും അതുകൊണ്ടാണല്ലോ ഫെയിൽ ആയത്. ഇനിയിപ്പോ നിങ്ങൾ ഉറപ്പായിട്ടും ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് നല്ലതായിട്ട് നോക്കണം. നെക്സ്റ്റ്, ഏറ്റവും കൂടുതൽ മാർക്കുള്ള ക്വസ്റ്റ്യൻസുകൾ ഫോക്കസ് ചെയ്യണം. ഇപ്പൊ മാത്സ് ആണെങ്കിൽ 6 മാർക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് വരുന്നതെന്ന് അറിയാം. നമുക്ക് ഏകദേശം ഇപ്പൊ 4 ക്വസ്റ്റ്യൻസ് മാത്സ് ചോദിക്കുന്നത് 6 മാർക്കിന്റെ. അത് നമുക്ക് 2-3 എണ്ണമൊക്കെ അത്യാവശ്യമൊക്കെ എഴുതാൻ പറ്റും. അവനെ അങ്ങനെ സെലക്ട് ചെയ്യണം. ഹൈ മാർക്സ് ക്വസ്റ്റ്യൻസുകൾ ഒരിക്കലും നിങ്ങൾ വിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ പഠിക്കാനല്ല, നിങ്ങൾ ഉറപ്പിക്കണം എന്നാണ് പറഞ്ഞത്. ഏതാണ് 4, 5, 6 മാർക്സിന്റെ ഫോക്കസ് മറ്റുള്ള സബ്ജക്റ്റ് എല്ലാം നോക്കി വരുമ്പോൾ അങ്ങനെ ചെയ്യണം. നെക്സ്റ്റ്, നിങ്ങൾ പഠിച്ചിട്ടുള്ള നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണല്ലോ പഠിച്ചത്, അതിനെ ഫുള്ള് ഒന്നുകൂടെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇനി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്യണം. എന്ന് പറഞ്ഞാൽ മുഴുവൻ പഠിക്കാനല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ പഠിച്ച ചാപ്റ്ററുകൾ ഒഴിച്ച ബാക്കി ചാപ്റ്റേഴ്സിലെ കുറച്ച് ഭാഗമെങ്കിലും, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനെങ്കിലും എക്സാമിന് സ്ഥിരമായിട്ട് വരുന്ന ഭാഗം ഉണ്ടെങ്കിൽ അവനെ അടർത്തി എടുത്തും കൊണ്ട് പഠിക്കണം. അല്ലാതെ ആ ചാപ്റ്റർ എനിക്ക് അറിയത്തേയില്ല, ഒട്ടും ഞാൻ പഠിക്കില്ല എന്നല്ല. ഒരു ടഫ് ചാപ്റ്റർ ആണെങ്കിലും സ്ഥിരമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തിരിച്ചറിയാം. അതിനെ ഞാൻ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാൻ പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ആ ക്വസ്റ്റ്യനെ നമുക്ക് എടുത്ത് പഠിക്കാൻ പറ്റും. അപ്പൊ അവിടെ നിന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് അല്ലാതെ സ്ഥിരം ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ വളരെ വലിയ നഷ്ടമായിരിക്കും. ഓക്കെ, ലാസ്റ്റ് കൺക്ലൂഷൻ. എന്താണ് ഈ കൺക്ലൂഷൻ? നിങ്ങൾ ഇത്രയും പഠിച്ചത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഇത്രയൊക്കെ പഠിച്ചത് വെച്ചുകൊണ്ട് എനിക്ക് ഏകദേശം എക്സാമിന് വന്നാൽ ഏതൊക്കെ എഴുതാൻ പറ്റും, എത്രയൊക്കെ എഴുതാൻ പറ്റും, എന്തുമാത്രം മാർക്ക് കിട്ടും എന്നൊരു കൺക്ലൂഷൻ നിങ്ങൾ എത്തിപ്പെടണം. അവിടെ വെച്ച് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റും. ഇനി കൂടുതൽ പഠിക്കണോ അതോ ഈ പഠിച്ചത് തന്നെ ഒന്നുകൂടെ റിവൈസ് ചെയ്താൽ മതിയോ എന്നുള്ളത് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ 10 ദിവസം സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ 10 ദിവസത്തേക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ കേട്ടോ, സ്ഥിരമായിട്ട് ചെയ്യേണ്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ, ഇത്രയും പ്ലാനിങ്ങോടുകൂടി ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ഈ എക്സാം തോക്കേണ്ടി വരത്തില്ല, ഉറപ്പാണ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ ചാനൽ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്തിടുക.
എല്ലാവരോടും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ആർക്കെങ്കിലും ക്ലാസ് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. നമ്മൾ ഉറപ്പിച്ച് ജയിപ്പിക്കുന്ന രീതിക്കുള്ള ക്ലാസ് ആയിരിക്കും തരുന്നത്. അപ്പൊ എല്ലാവർക്കും പഠിക്കാനുള്ള മനസ്സ് ഓരോ ദിവസവും കൂടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.